Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് എത്ര നേരം എടുക്കും എന്ന് എനിക്കറിയില്ല. ഇത് എത്ര നേരം എടുക്കും എന്ന് എനിക്കറിയില്ല. I don't know how long this will take. I don't know how long this will take. How long എത്ര നേരം, I don't know എനിക്കറിയില്ല, this will take ഇത് എടുക്കുന്നത് എത്ര നേരമാണ് എന്ന് എനിക്കറിയില്ല. I don't know how long this will take. ഇതിന് അവനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഇതിന് അവനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. It is not right to blame him for this. It is not right to blame him for this. ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. ബ്ലെയിം ഹിം എന്ന് പറഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, അത് ശരിയല്ല അവനെ കുറ്റപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു ബ്ലെയിം ഹിം ഫോർ ദിസ്. ഇതിന് അവനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. അവനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. അവനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യം. ദർ ഇസ് നോ പോയിന്റ് ബ്ലെയിമിങ് ഹിം. ദർ ഇസ് നോ പോയിന്റ് ബ്ലെയിമിങ് ഹിം. അപ്പോൾ നേരത്തെ ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക, ബ്ലെയിമിങ് ഹിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നതിൽ, അവനെ കുറ്റപ്പെടുത്തുന്നതിൽ ദർ ഇസ് നോ പോയിന്റ്. ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് കാര്യമില്ല എന്ന അർത്ഥത്തിലാണ്. ദർ ഇസ് നോ പോയിന്റ്, കാര്യമില്ല അവനെ കുറ്റപ്പെടുത്തുന്നതിൽ. ഈ സെന്റൻസിനെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് പറയണമെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ബ്ലെയിമിങ് ഹിം. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ബ്ലെയിമിങ് ഹിം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാം. കുറച്ചും കൂടെ ഗ്രാമാറ്റിക്കൽ ആയിട്ട് പറയണമെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ബ്ലെയിമിങ് ഹിം, അവനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. നീ അവനെ വഷളാക്കുകയാണ്. നീ അവനെ വഷളാക്കുകയാണ്. യു ആർ സ്പോയിലിംഗ് ഹിം. യു ആർ സ്പോയിലിംഗ് ഹിം. സ്പോയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്പോയിലിംഗ് എ പേഴ്സൺ, ഒരാളെ സ്പോയിൽ ചെയ്യുക എന്ന് പറയുന്നത് വഷളാക്കുക എന്നതാണ്. യു ആർ സ്പോയിലിംഗ് ഹിം, നീ അവനെ വഷളാക്കുകയാണ്. വീട്ടിൽ അവൾ അമിതമായ ലാളനയാണ്. വീട്ടിൽ അവൾക്ക് അമിതമായ ലാളനയാണ്. She is pampered at home. She is pampered at home. Pamper ചെയ്യുക എന്ന് പറഞ്ഞാൽ അമിതമായി ലാളിക്കുക, അതായത് ലാളിച്ച് വഷളാക്കുന്ന എന്നൊരു അർത്ഥം കൂടെ ഇതിൽ വരുന്നുണ്ട്. She is pampered at home. അപ്പോൾ വീട്ടില് അവൾക്ക് ഭയങ്കര പാമ്പറിംഗ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഷീ ഈസ് എ പാമ്പേർഡ് ഗേൾ. അപ്പോൾ പാമ്പറിങ്ങിനാൽ വഷളായ ഒരാള് എന്ന് പറയണമെങ്കിൽ ഷീ ഹാസ് ബീൻ സ്പോയിൽഡ് ബൈ പാമ്പറിങ്. അപ്പോൾ അവള് പാമ്പറിങ് മൂലമാണ് വഷളായത്. ഇവിടെ നമുക്ക് വഷളായി അല്ലെങ്കിൽ വഷളാക്കപ്പെട്ടു എന്നതിനെ SPOILT, സ്പോയിൽഡ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ SPOILED, സ്പോയിൽഡ്. സോ ഷീ ഹാസ് ബീൻ സ്പോയിൽഡ് ബൈ പാമ്പറിങ്, അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ സ്പോയിൽഡ് ബൈ പാമ്പറിങ്. നഖം കടിക്കാതിരിക്കൂ. നഖം കടിക്കാതിരിക്കൂ. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽ. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക, നെയിൽസ് എന്ന് പറഞ്ഞാൽ നഖം. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. ഇതിനെ തന്നെ ഡോണ്ട് ച്യൂ യുവർ നെയിൽസ് അങ്ങനെയും പറയാം. ഡോണ്ട് ച്യൂ, CHEW, ച്യൂ എന്ന് പറഞ്ഞാൽ കടിച്ച് ചവയ്ക്കുക. അപ്പോൾ ഡോണ്ട് ച്യൂ യുവർ നെയിൽസ്. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്? വൈ ഡു യു ഓൾവേസ് തിങ്ക് ലൈക്ക് ദിസ്? വൈ ഡു യു, നീ എന്തിനാ ഓൾവേസ് എപ്പോഴും തിങ്ക് ലൈക്ക് ദിസ്, ഇതുപോലെ ചിന്തിക്കുന്നത്? വൈ ഡു യു ഓൾവേസ് തിങ്ക് ലൈക്ക് ദിസ്. ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. Nobody is going to believe this. Nobody is going to believe this. Believe this. Believe എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അപ്പോൾ believe this, ഇത് വിശ്വസിക്കുക. Nobody is going to believe this. ആരും, nobody പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ? നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ? Can't you come with me? Can't you come with me? Come with me, എൻ്റെ കൂടെ വരിക.
കാൺട്ട് യു വന്ന് കൂടെ, കാൺട്ട് യു കം വിത്ത് മീ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ. ആർ യു മാഡ്, ആർ യു മാഡ്. മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ആർ യു മാഡ്, നിനക്ക് ഭ്രാന്തുണ്ടോ. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ. നിനക്ക് ഭ്രാന്തായോ. ഹാവ് യു ഗോൺ മാഡ്, ഹാവ് യു ഗോൺ മാഡ്. അപ്പോ ഇന്നത്തെ ലെസൺ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.